ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതു മുതൽ രാഹുൽ ഗാന്ധി തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും ആക്രമണം നേരിടുകയാണ്. നാവുകൊണ്ടുള്ള ആക്രമണം ഏതായാലും കയ്യാങ്കളിയിലെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് BJP നേതാവ്. കർണാടകയിലെ BJP MLA ഭരത് ഷെട്ടിയാണ് രാഹുലിനെതിരെ അക്രമ ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദുവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തല്ലണമെന്നാണ് ഭരത് ഷെട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 മുതൽ 8 വരെ FIR-കൾ ഫയൽ ചെയ്യാൻ ഇത് ഇടയാക്കും. രാഹുൽ ഗാന്ധി മംഗളൂരു നഗരത്തിൽ വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഇതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചതെന്നും മംഗളൂരു സിറ്റി നോർത്ത് MLA യായ ഭരത് ഷെട്ടി പറഞ്ഞു. നേതാവ് രാഹുലിന് നേരെ തുറന്നടിച്ചത് ഇങ്ങനെയാണ്: ശിവൻ തന്റെ 3-ാം കണ്ണു തുറന്നാൽ താൻ ചാരമായി മാറുമെന്ന് ആ ഭ്രാന്തൻ അറിയില്ല. ഹിന്ദുവിരുദ്ധ നയമാണ് അവർ സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണെന്ന് വ്യക്തമാണ്. തങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദമായി കേൾക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. അദ്ദേഹം പാർലമെന്റിൽ കുരച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങും. ഹിന്ദുമതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് BJP-യുടെ കടമയാണ്. ഹിന്ദുവും ഹിന്ദുത്വവും വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്തരം നേതാക്കൾ കാരണം ഹിന്ദുക്കൾ ഭാവിയിൽ ആപത്ത് നേരിടേണ്ടി വരുമെന്നും ഹിന്ദുക്കൾ വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം അവർ സൃഷ്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയായി മാറുമെന്നും തമിഴ്നാട്ടിൽ അദ്ദേഹം നിരീശ്വരവാദിയാകുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഗുജറാത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പരമശിവന്റെ കടുത്ത ഭക്തനാകുന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ 99 ലോക്സഭാ സീറ്റുകൾ മാത്രം നേടിയാണ് രാഹുൽ ഗാന്ധി വലിയ നേട്ടമുണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു. ശിവാജിയും മഹാറാണ പ്രതാപും ജനിച്ചത് ഹിന്ദു സമൂഹത്തിലാണ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ആയുധങ്ങൾ എടുക്കും. ആയുധങ്ങളെ പൂജിച്ചതിന് ശേഷം എങ്ങനെ തിരിച്ചടിക്കണമെന്ന് നമുക്ക് നന്നായി അറിയാം. പാർലമെന്റിനുള്ളിലെ ശക്തമായ അടിക്ക് ശേഷം രാഹുൽ ഗാന്ധി സുഖം പ്രാപിക്കുന്നുവെന്നും നേതാവ് ആഞ്ഞടിച്ചു. അതേസമയം ഭരത് ഷെട്ടിയുടെ പരാമർശങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട്. MLA-യുടെ അഭിപ്രായങ്ങൾ വിവേകശൂന്യമാണെന്ന് കർണാടക മന്ത്രി സന്തോഷ് ലാഡ് പറഞ്ഞു. നിഷേധാത്മകമായി സംസാരിച്ചാൽ ജനപ്രീതി ലഭിക്കുമെന്ന് BJP കരുതുന്നു എന്നും ഇത് ഇവരുടെ വിവേകശൂന്യത മാത്രമാണ് കാണിക്കുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഭരത് ഷെട്ടിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ രമനാഥ് റായ് രംഗത്തെത്തി. ഭരത് ഷെട്ടിക്ക് ധൈര്യവും ശക്തിയുമുണ്ടെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ മേൽ കൈവച്ച് നോക്കട്ടെ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ചൊവ്വാഴ്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിന് ഭരത് ഷെട്ടിക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ദുർബലപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിനു വേണ്ടി തന്റെ കുടുംബത്തിന്റെ ത്യാഗത്തിന് ഊന്നൽ നൽകിയ ആളാണ് രാഹുൽ ഗാന്ധിയെന്നും രമനാഥ് റായ് ന്യായീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഹിന്ദുക്കളെ അക്രമാസക്തരല്ലെന്നും ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും നേരത്തെ പറഞ്ഞിരുന്നു. രാഹുലിന്റെ പ്രസംഗത്തിൽ ഹിന്ദുവിരുദ്ധതയില്ല എന്നും തെറ്റിദ്ധാരണ പരത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശോധിച്ചു. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഹിന്ദുമതത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരം വളച്ചൊടിക്കുക, സന്ദർഭത്തിൽ നിന്ന് വാക്യങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുക എന്നിവ കുറ്റകരമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഏതായാലും ഇതിലൊന്നും പതറാതെ നല്ലതു മാത്രം ചെവികൊണ്ട് മുന്നോട്ടു പോവുകയാണ് രാഹുൽ ഗാന്ധി.